പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ആത്മസന്താനമായ തിമോത്തിയോട് പറയാം, മോനെ തിമോത്തി, സഭയിൽ നീ പ്രമാണം പറയരുത്. സഭയിലേക്ക് വരേണ്ടവരുണ്ട്, പുറത്തുള്ളവർ, പാപികൾ, അവരോട് നീ പ്രമാണം പറയണം. സഭയെ വരുന്നവന് പ്രമാണം കൊടുക്കരുത്. അത് കൊടുത്താൽ എന്താ കുഴപ്പം? കഴുകനെ പോലെ ചിറകടിച്ച് കയറേണ്ടവന്റെ കാലിൽ വീണ്ടും ചങ്ങലയിടുന്ന പോലെ അല്ലേ അവർക്ക് പറക്കാൻ പറ്റുകയില്ല. സഭയിൽ വന്നവനോട് ക്രിസ്തുവിനെ കുറിച്ച് പറ. ക്രിസ്തുവിന്റെ മർമ്മങ്ങൾ അവർക്ക് വെളിപ്പെടുത്തിക്കൊടു. അവർ ക്രിസ്തുവിനെ പോലായിത്തീരട്ടെ. അവർ യേശുവിൻ്റെ മനസ്സുള്ളവരായിത്തീരട്ടെ. അവർ പിതാവിനെ പോലെ വചനത്താൽ സൃഷ്ടിപ്പുകളെ നടത്തട്ടെ. മറുവശത്ത് ന്യായപ്രമാണത്താൽ നീ അന്വേഷിക്കുകയാണെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. അവൻ മരിച്ചത് നിനക്ക് വെറുതെ ആകണോ? സഭയ്ക്കത് വെറുതെ ആകണോ? അവൻ്റെ രക്തവും അവൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയും പുനരുത്ഥാനത്തിൻ്റെ വചനങ്ങളും പ്രാപിക്കണ്ടേ, അതനുഭവിക്കണ്ടേ?